സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തിരുവചനം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമവേലയും പീഡനങ്ങളും കഷ്ടതകളും നിമിത്തം അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉത്തരമാണ്, മറുപടിയാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇസ്രായേൽ ജനം ഏകദേശം 430 വർഷമാണ് മിസ്രയീമിൽ അടിമകളായിരുന്നത്. അവർക്ക് അവിടെ ജോലിക്ക് തക്കതായ കൂലിയോ ശരിയായ ഭക്ഷണമോ ആരാധന സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഊഴിയ വിചാരകന്മാർ അവരെ മാനസികവും ശാരീരികവും ആത്മീയവുമായി പീഡിപ്പിച്ചിരുന്നു. ഈ പീഡനങ്ങൾ സഹിക്കാതായപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. കാരണം അവർക്ക് മുന്നിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അവരെ സഹായിക്കുവാൻ, അവരെ ഈ പീഡിപ്പിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ മറ്റാരും സഹായത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തോട് അവർ നിലവിളിക്കുവാൻ, അഥവാ പ്രാർത്ഥിക്കുവാൻ, ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവർ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി ദൈവം ഇടപെടുകയാണ്. ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നാം പഠിച്ചാൽ ദൈവത്തിൻ്റെ ശക്തമായ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള ഇടപെടലും പ്രത്യക്ഷതയും, തുടർന്ന് അവരെ അവിടെ നിന്ന് രക്ഷിച്ച് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ആ സമൃദ്ധമായ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് നായകനായി ദൈവം മോശയെയും തിരഞ്ഞെടുക്കുന്നു. ഈ മോശയെ മുൻനിർത്തി ദൈവം 10 അത്ഭുതങ്ങൾ മിസ്രയീമിൽ പ്രവർത്തിച്ചുകൊണ്ട് 10ാമത്തെ അത്ഭുതത്തിന് ശേഷം അവരെ സമ്പൂർണ്ണമായി മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് മരുഭൂമി വഴിയായി കനാൻ ദേശത്തിലേക്ക് നടത്തുകയായിരുന്നു. ഇവിടെ നാം കാണുന്നത് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ നിലവിളിയാണ്, പ്രാർത്ഥനയാണ്. ആ കഷ്ടപ്പെടുന്ന വിഭാഗത്തിൻ്റെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് ദൈവത്തിന് മിണ്ടാതിരിക്കുവാൻ, അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നുവെന്ന് 68-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്ന ശത്രുക്കൾ, അവർക്കായി ദൈവം എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന വിടുതലുകളെയാണ് നാം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവരെ രക്ഷിച്ച് വിടുവിച്ച് അത്ഭുതകരമായി ചെങ്കടൽ കടത്തിക്കൊണ്ടുപോകുന്ന ദൈവം. ഏതൊരു സമൂഹത്തിലും എല്ലാ തലമുറയിലും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഈ കഷ്ടപ്പാടിന് പിന്നിൽ ചിലപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികളാകാം കാരണം, ചിലപ്പോൾ അവരുടെ ശത്രുക്കളാകാം കാരണം. എന്തായാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും
ദൈവികമായിട്ടുള്ള സഹായം ലഭിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ഈ ചരിത്രം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന ആരെങ്കിലും മാനസിക പീഡനങ്ങൾക്കോ ശാരീരിക പീഡനങ്ങൾക്കോ ആത്മീയ പീഡനങ്ങൾക്കോ ഇരയായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഉപദേശം, ദൈവത്തോട് നിലവിളിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവം, അവർക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് വിടുവിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കുവാനും വിടുവിക്കുവാനും മതിയായവനാണ്. ആമേൻ, ആമേൻ.